സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് വന്ന ഈ റിക്വസ്റ്റിന് പ്രകാരമാണ്. അതായത് കുഴലപ്പം. ഞാൻ ഈ റിക്വസ്റ്റ് കണ്ടിട്ട് കുഴലപ്പം ഉണ്ടാക്കി ഞാനത് ലാസ്റ്റ് നോക്കിയുണ്ട് എൻ്റെ ക്യാമറയ്ക്ക് എന്തോ പ്രോബ്ലമായി, കുറച്ചധികം റെക്കോർഡായില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ കുഴലപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പിന് 200 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 10 കൊച്ചുള്ളി, ഒരു 5 വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു വലിയതായത്, ചെറുതാണെങ്കിൽ ഒരു 6-7 ഇരുന്നോട്ടെ വെളുത്തുള്ളി. ഞാനിവിടെ കറുത്തെള്ള് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ ഇത് 1 ടീസ്പൂൺ മതി. ഇത് ഈ എള്ളൊക്കെ എണ്ണയ്ക്കകത്ത് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നല്ല മണം, എനിക്കത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയും കൂടെ എള്ള് ചേർത്ത്, സാധാരണ കണക്ക് പറയുവാണെങ്കിൽ 1 ടീസ്പൂൺ മതി. പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഡീപ് ഫ്രൈക്ക് ആവശ്യമായ എണ്ണ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ അരിപ്പൊടി നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം, അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പെന്ന് പറഞ്ഞാൽ ഈ കുഴലപ്പത്തിൻ്റെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഈ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിക്കാം. വെള്ളം ഇവിടെ തിളച്ച് നമുക്കിത് ഓഫാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ആ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും ആ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മിക്സിക്കകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ തേങ്ങ അതെല്ലാം കൂടെ സ്വല്പം വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതിലോട്ടിട്ട് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. അരി മൂത്തെന്ന് നോക്കുമ്പോൾ ഈ അരിക്കകത്തൂടെ പുകകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ അരച്ച് വെച്ച് തേങ്ങ ഇതൂടെ ഉള്ളി എല്ലാം കൂടെ ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായി ആ പൊടിക്കകത്തോട്ട് ഈ തേങ്ങയുടെ കൂട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ഇതിപ്പോൾ പൊടിക്കകത്ത് നന്നായി ആ തേങ്ങയുടെ കൂട്ട് ഞാൻ മിക്സ് ചെയ്തു. 2 മിനിറ്റോളം ഞാൻ അത് വീണ്ടും മൂപ്പിച്ച് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ മാവ് വീണ്ടും ഞാനൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ എള്ള് ചേർക്കാം. ബാക്കി 1/2 ടീസ്പൂൺ അല്ലേ നമ്മൾ അരച്ചത് ജീരകം, ബാക്കി 1/2 ടീസ്പൂൺ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഇതിലൊഴിച്ച് ഇളം കൈ നമുക്ക് വിട്ട് മുക്കത്തക്ക വിധത്തിലുള്ള ചൂടാ, കൂടിയ ചൂടിൻ്റെ അകത്ത് എടുത്തിട്ട് കൈ മുക്കി കളയില് ചെറുതായിട്ട് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആദ്യം ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടേലും ചെയ്യുക, പിന്നെ കൈയിടാം. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ. ഇതൊരിളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴയ്ക്കുന്നത്. ആരുടെയും കൈ പൊള്ളിച്ച് കളയില്ല. ഈ നേരത്ത് നമുക്ക് ഡീപ് ഫ്രൈക്കുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചേക്കാം. ഇത് കുഴച്ച് പരത്തി വരുമ്പോഴത്തേന് അവിടെ എണ്ണ റെഡിയാവും. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ ചപ്പാത്തി പലക എടുക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ തടവുക. എന്നിട്ടൊരു സ്വല്പം മാവെടുക്കുക.
ഈ മാവ് ഇതിലോട്ട് വെച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഇതിന് മുകളിലോട്ട് വെക്കുക. അതിനുശേഷം പതിയെ പരത്തുക. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഒത്തിരി ബലത്തിൽ പരത്തണ്ട, ഇത്രയും പരത്തുക. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് അങ്ങ് എടുക്കുക. പിന്നെ ഒരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ബൗൾ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് ഈ ബാക്കിയുള്ള മാവിങ്ങ് എടുക്കുക. അതിനുശേഷം പതുക്കെ ഇത് എടുക്കണം. പതുക്കെ എടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഫിംഗറിലോട്ട് ഇത് വെക്കുക. ഒരു സൈഡ് ഇങ്ങനെ ഫിംഗറിലോട്ട് അവിടോട്ട് ആക്കിയിട്ട് മറ്റേ സൈഡൂടെ ഇതിലോട്ട് വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ടിങ്ങ് പതുക്കെ ഊരിയെടുക്കണം. നമ്മുടെ കുഴലപ്പം ആയി. ഒന്നുകൂടെ കാണിക്കാം ഞാൻ. കുറച്ച് ഓയില് പുരട്ടുക. ഒരു ബൗൾ എടുത്ത് ഇത്രയും മാവ് എടുക്കുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഇതിന് മുകളിലോട്ട് വെക്കുക. ഈ പ്ലാസ്റ്റിക് വെക്കുന്ന ഈ പൊടി നമ്മൾ പരത്തുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വെക്കുന്നത്. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതങ്ങ് എടുക്കുക. ബൗള് വെക്കുക. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാവ് ഇങ്ങെടുക്കണം. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കൈ കൊണ്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചട്ടുകം പോലെ ദോശ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കുന്നത് പോലെ ഇങ്ങനെ സൈഡിലങ്ങ് ആക്കുക. എന്നിട്ടിങ്ങ് എടുക്കുക. ഇപ്പൊ മാവ് നമ്മുടെ കൈ വന്നേ. ഫിംഗറിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ ആക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവിടോട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഈ ജോയിന്റ് ചെയ്തിടണ്ട. എന്നിട്ട് പതുക്കെ കയ്യിൽ ഇങ്ങനെ ഊരിങ്ങി എടുക്കുക. ഉണ്ട്. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാമേ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ട് ഏതാ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യുക. ഇതുപോലെ മാവ് വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. പ്ലാസ്റ്റിക് എടുക്കുക. ചട്ടുകം കൊണ്ട് തന്നെ എടുത്തു. അതിന് മുമ്പിട്ട് ഈ ചപ്പാത്തി, എന്റെ ചപ്പാത്തിയുടെ ഈ കമ്പ് വലിയതാ. അതേസമയം ചിലരുടെ ചപ്പാത്തിയുടെ കമ്പ് ഈ കനമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടോട്ട് നിങ്ങൾക്ക് ഇത് വെക്കാം. ഇതിപ്പോ എന്റെ ഇവിടെ വലുതായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ പോന്നെ. ഇവിടോട്ട് കുറച്ച് ഓയിൽ തേക്കുക. ഇതിപ്പോ നമ്മുടെ കൈ വന്നേ, കയ്യിലെടുക്കുക. എന്നിട്ട് ഈ ചപ്പാത്തിയുടെ കമ്പിലോട്ട് ഇത് വെക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ആ ചപ്പാത്തി കമ്പയിലോട്ടങ്ങ് പ്രസ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ടും നന്നായി ആ രണ്ട് സൈഡൂടെ ജോയിന്റ് ആക്കുക. എന്നിട്ട് പതുക്കെ ഇഞ്ഞ് ഊരിയെടുക്കുക. അതുകൊണ്ട് ഇതും നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യുക. ഇങ്ങനെ ഓരോന്നും ഞാനിപ്പം ഉണ്ടാക്കാൻ പോവാം. ഇതിപ്പോ ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു സ്വല്പം തീ കുറച്ചതിന് ശേഷം അങ്ങോട്ട് ഇടാമേ, അല്ലെങ്കിൽ
തെറിക്കും. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഇടാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ തവിക്കകത്തോട്ട് ഇട്ടിട്ട് അങ്ങ് ഇട്ടാലും മതി. അതിട്ട് കഴിഞ്ഞ് തീയുടെ മീഡിയം ഫ്ലെയിമിലിടണേ. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം. ഇതിപ്പോ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരാം. ഞാൻ ഇനി അടുത്ത ട്രിപ്പ് കൂടെ ഇതുപോലെ ഉണ്ടാക്കാൻ പോവാം. തീ ഞാൻ മീഡിയം ഫ്ലെയിമെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കുറച്ച് വെക്കല്, ഒത്തിരി ഹൈയും അല്ല, ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അതങ്ങ് എണ്ണ കുടിക്കും. ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ആക്കണം, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിം ആക്കണം. ഇത് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ പ്ലേറ്റിലോട്ട് കോരുക. ഇങ്ങനെ ഞാൻ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുഴലപ്പം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു പോയി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.